ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയാ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഹെൽത്തി ആയിരിക്കാൻ ശ്രമിക്കുക. കാരണം ഒരുപാട് പനിയും ഫ്ലൂവും അതുപോലെ തന്നെ വൈറസൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന സിറ്റുവേഷൻ ആണല്ലോ. പബ്ലിക് പ്ലേസിലൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ കൊണ്ടുപോകുമ്പോൾ എല്ലാവരും ഹെൽത്തി ആയിരിക്കുക. എല്ലാവർക്കും നന്മകൾ നേരുന്നു. ഇന്ന് നമുക്കൊരു കുക്കിംഗ് വീഡിയോ ആണ്. നമ്മുടെ പൊരിച്ച പത്തിരി എന്ന് പറയുമ്പോൾ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഉമ്മ ഈ പുഴുങ്ങലരി, നമ്മുടെ ബോയിൽഡ് റൈസ് അല്ലേ, അത് കുതിർത്ത് അരച്ചെടുത്ത് ഗ്രൈൻഡറിലോ അല്ലെങ്കിൽ അമ്മീൻ്റെ മുളക് അരച്ചെടുത്തിട്ടാണ് ഉണ്ടാക്കിയിരുന്നത്. ഇന്ന് നമുക്കത് പുട്ടുപൊടി ഉപയോഗിച്ച് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. പത്തിരിപ്പൊടി ഉപയോഗിച്ച് ഉണ്ടാക്കാം, പക്ഷെ പുട്ടുപൊടി ഉപയോഗിച്ചാണ് കൂടുതൽ ടേസ്റ്റും ക്രിസ്പിയും കിട്ടുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ തൊട്ടടുത്ത ഒരു ബെല്ലൈക്കൺ കാണാം. അതും അതിനോടൊപ്പം വരുന്ന ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ഞാൻ ഇനി വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മുടങ്ങാതെ കാണാൻ പറ്റും. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. എന്നാൽ നമുക്ക് കിച്ചണിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് പുട്ടുപൊടി ഉപയോഗിച്ചിട്ട് നല്ല പൊരിച്ച പത്തിരി ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ എലൈറ്റിൻ്റെ പുട്ടുപൊടിയാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ഏത് പുട്ടുപൊടി ഉപയോഗിച്ചും പൊരിച്ച പത്തിരി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ ഇവിടെ 1.5 കപ്പ് പുട്ടുപൊടിയാണ് എടുക്കുന്നത്. 1.5 കപ്പ് നമുക്ക് അളന്നെടുക്കാം. എത്രയാണോ പുട്ടുപൊടീൻ്റെ മെഷർമെൻറ്റ് അത്രയും തന്നെ നല്ല ചൂടുവെള്ളം വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെള്ളം നമുക്ക് ചൂടാക്കാൻ വെക്കാം. ഇനി നമുക്ക് ഈ പൊടിയിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് നല്ല ചൂടുവെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളം നന്നായിട്ട് ചൂടാവണം കേട്ടോ. അപ്പം പുട്ടുപൊടീൻ്റെ എത്ര മെഷർമെൻറ്റാണോ എടുക്കുന്നത് അത്രയും തന്നെ ചൂടുവെള്ളം നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ചൂടുവെള്ളം ആഡ് ചെയ്തതിന് ശേഷം ഇതൊന്ന് ഒരു 5 മിനിറ്റ് അടച്ച് വെക്കണം. ഇതിലേക്ക് ആഡ് ചെയ്യുന്ന ചൂടുവെള്ളത്തിൻ്റെ അളവ് ഇത് ഈ പുട്ടുപൊടിയുടെ ഉണക്കത്തിനനുസരിച്ചിരിക്കും കേട്ടോ. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ തേങ്ങയൊന്ന് ഒതുക്കിയെടുക്കാം. അപ്പം ഞാനിവിടെ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 ചെറിയുള്ളി, കുറച്ച് പെരിഞ്ചീരകം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കൂടുതൽ തേങ്ങ എടുക്കുന്നതാണ് കേട്ടോ ടേസ്റ്റ്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് നമ്മൾ ചെറിയ മിക്സർ ഗ്രൈൻഡറിലിട്ടിട്ടൊന്ന് ഒതുക്കിയെടുക്കണം. ഒരുപാട് അരിഞ്ഞു പോകരുത്, ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ തേങ്ങ ഒന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ, കണ്ടോ. ഇനി നമുക്ക് നമ്മുടെ പൊടിയുടെ അടപ്പൊന്ന് തുറന്ന് നോക്കാം. ഇനി നമുക്ക് തേങ്ങേൻ്റെ കൂട്ടും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഇത് നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കണം. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഏത് പുട്ടുപൊടി വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. അതിൻ്റെ ഇരട്ടി വെള്ളം നമുക്ക് ആദ്യം ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ചൂടുവെള്ളം തന്നെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. നമുക്ക് കുറച്ചും കൂടെ വെള്ളം വേണ്ടി വരും. അപ്പോൾ കുറച്ചും കൂടെ വെള്ളം ചൂടാക്കാൻ വെക്കാം. ഇനി കുഴച്ചെടുക്കുമ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് കുഴച്ചെടുക്കാം. നന്നായിട്ട് നൈസ് പത്തിരിയൊക്കെ ചൂടുന്ന പത്തിരിപ്പൊടി കുഴക്കുന്നത് പോലെ തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കണം. ആദ്യം കുറച്ച് ഹാർഡ് ഫീൽ ചെയ്യും, പിന്നെ നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് സോഫ്റ്റാക്കി കുഴച്ചെടുക്കാം. കുഴയ്ക്കുന്ന സമയത്ത് പച്ചവെള്ളം ആഡ് ചെയ്യാൻ പാടില്ല, ചൂടുവെള്ളം തന്നെ ആഡ് ചെയ്തിട്ട് നമുക്ക് കുഴച്ചെടുക്കണം, എന്നാലേ സോഫ്റ്റ് ആവുള്ളൂ. കണ്ടോ, ഇങ്ങനെ തൊട്ട് നോക്കുമ്പം നന്നായിട്ട് പ്രസ്സായി വരുന്നുണ്ട്. അതുവരെ നമുക്ക് കുഴച്ചെടുക്കണം. ഇനി കുറച്ചൊരു ഓയിലും കൂടി ആഡ് ചെയ്തിട്ട് കുറച്ചുകൂടെ ഒന്ന് കുഴച്ചെടുക്കാം. ഇനി ഇത് നമുക്ക് ചെറിയ ചെറിയ ബോൾസുകളാക്കിയെടുക്കാം. ഞാൻ ഏകദേശം 1.5 കപ്പ് ചൂടുവെള്ളം കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടോ. ആദ്യം നമ്മൾ അടച്ചു വെക്കുന്നതിന് മുമ്പായിട്ട് 1.5 കപ്പ് ആഡ് ചെയ്തിരുന്നു. അതിനുശേഷം കുഴച്ചെടുക്കുന്ന സമയത്തും ഏകദേശം 1.5 കപ്പോളം വെള്ളം ഞാൻ ആഡ് ചെയ്തിട്ടാണ് കുഴച്ചെടുത്തത്. അപ്പോൾ പൊടീൻ്റെ ഉണക്കത്തിനനുസരിച്ച് നമുക്ക് കുഴച്ചെടുക്കുന്ന സമയത്ത് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഓരോ ബോൾസും പരത്തിയെടുക്കാം. പ്രസ്സിലോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവറിലോ വെച്ചിട്ട് നമുക്ക് പരത്തിയെടുക്കാം. അതുകൊണ്ട് ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ട് അതിൽ വെച്ചിട്ടാണ് പരത്തിയെടുക്കുന്നത്. അപ്പോൾ കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു ബോൾ എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് കൈയിൻ്റെ ഈ ഒരു ഭാഗം കൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് പരത്തിയെടുക്കാം. ഈ ഒരു വലുപ്പത്തിൽ നമുക്ക് പരത്തിയെടുക്കാം. അപ്പോൾ പരത്തി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് എണ്ണ ചൂടാവാൻ വെക്കാം. ഞാനിവിടെ എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി പൊങ്ങി വരും. കണ്ടോ, നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട്. ഇത് കാണുമ്പോൾ മനസ്സിനൊരു സന്തോഷമല്ലേ ഇങ്ങനെ പൊങ്ങി വരുന്നത് കാണുമ്പം. എനിക്ക് ചപ്പാത്തി ആണെങ്കിലും പത്തിരി ഇങ്ങനെ പൊരിക്കുന്നതൊക്കെ ഇങ്ങനെ പൊങ്ങി വരുന്നതൊക്കെ കാണാൻ ഇഷ്ടമാണ് കേട്ടോ. ഇത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം നമ്മൾ ഉണ്ടാക്കിയ ഡിഷ് നന്നായിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു അടയാളമല്ലേ ഇത്, അല്ലേ?
അപ്പോൾ അങ്ങനെ നമ്മുടെ പത്തിരി മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പത്തിരി റെഡിയായി. ഇനി അടുത്തത് നമുക്കിതുപോലെ തന്നെ പരത്തിയെടുക്കാം. ഞാൻ ആദ്യം കാണിച്ച രീതിയിൽ നിങ്ങൾക്ക് ഇനി പത്തിരി കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ മറ്റൊരു പ്ലാസ്റ്റിക് കവറിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ പരത്തിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ പത്തിരിയും റെഡിയായി. ഇത് നമുക്ക് പൊരിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ഈസി പീസി പത്തിരി റെഡിയായില്ലേ. അരി കുതിർക്കണ്ട, അരയ്ക്കണ്ട, ഒരു ബുദ്ധിമുട്ടുമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് തന്നെ പൊരിച്ച പത്തിരി ഉണ്ടാക്കാം അല്ലേ. ഇപ്പോൾ ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിങ്ങനെ പത്തിരി ഉണ്ടാക്കിയെടുക്കാമല്ലോ. അപ്പോൾ നിങ്ങൾ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസൊക്കെ അറിയിക്കണേ. ഫോട്ടോസൊക്കെ എനിക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. വേറൊന്ന് പറയാനുള്ളത്, മടിക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പം അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ കാണും. അതും അതിനോട് കൂടെ വരുന്ന ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചിലരൊന്നും നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന് പറയുന്നുണ്ട്. അത് നിങ്ങൾ ബെല്ലൈക്കണും അതിനോടൊപ്പമുള്ള ഓൾ എന്ന ഓപ്ഷനും കൂടെ ക്ലിക്ക് ചെയ്യാത്തത് കൊണ്ടാണ്. അടുത്ത് തന്നെ ഇതിനുള്ളൊരു അടിപൊളി ചിക്കൻ കറിയും കൂടെ ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ പിന്നെ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ ബൈ. താങ്ക് യു ഫോർ യുവർ ടൈം.